VS-ന്റെ പേരും കോട്ട് ചെയ്തുകൊണ്ടാണ് സംവിധായകൻ ഇതിനുള്ള ന്യായീകരണം പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിനെ പ്രൊപ്പഗാൻഡ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ എതിർക്കാൻ കഴിയും? അതുമാത്രമല്ല, ഇതിന് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ ഇതിന് കൊടുക്കാൻ പാടില്ലായിരുന്നു, പക്ഷേ അതേസമയം മറ്റു പുരസ്കാരങ്ങളെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നില്ല. എന്തായാലും ഒരു കേരള സ്റ്റോറിക്ക് ഇങ്ങനെ പുരസ്കാരം കൊടുത്തതോടുകൂടി ഈ ദേശീയ അവാർഡ്, ഇത്തവണത്തെ ദേശീയ അവാർഡ് മൂല്യമില്ലാത്തതായി പോയി എന്നതാണല്ലോ. ഷാക്കിർ കേൾക്കാമോ? ഷാക്കിർ കേട്ടില്ലേ? അല്ല മനുഷ്യ, ഈ കേരള സ്റ്റോറി എന്ന സിനിമ ക്രിയേറ്റ് ചെയ്തത് തന്നെ. അതെ അതെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ? ഉണ്ട്. അതായത് ഈ കേരള സ്റ്റോറി എന്ന സിനിമയുടെ ഹിന്ദുത്വ ഗൂഢാലോചനയിൽ നിന്ന് ലവ് ജിഹാദ് എന്ന കള്ളക്കഥ ഉണ്ടാക്കി അവരുണ്ടാക്കിയ ഗൂഢാലോചന സിനിമയാക്കിയതാണ്. മാത്രവുമല്ല, 32,000-ഓളം ഹൈന്ദവ മതവിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകളെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന തീവ്രവാദ കേന്ദ്രത്തിലേക്ക് റിക്രൂട്ട് ചെയ്തെന്ന് കള്ളക്കഥ പറയുകയാണ്. ആ കള്ളക്കഥ പിന്നീട് തിരുത്തി എന്നാണ് ഇപ്പൊ നേരത്തെ സംശയം. നമുക്കറിയാം അത് ഇപ്പോഴും നേരിൽ കിടക്കുകയാണ്. അതിനൊരു പ്രോത്സാഹനമായി വിദ്വേഷ പരാമർശങ്ങൾക്ക്, വിദ്വേഷ പ്രചരണത്തിന്, ആളുകൾക്ക് വിഭാഗീയത ഉണ്ടാക്കുന്നതിന് BJP കൊടുക്കുന്ന പ്രോത്സാഹന സമ്മാനമാണ് ഈ കേരള ലവ് സ്റ്റോറിക്ക് ഇപ്പൊ കൊടുത്തിട്ടുള്ള അവാർഡ്. നമുക്കറിയാം, ഇപ്പൊ 2 ദിവസം മുമ്പാണ് മലഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ 17 വർഷത്തിന് ശേഷം വെറുതെ വിട്ടുകൊണ്ട് മഹാരാഷ്ട്രയിൽ കോടതിയുടെ വിധി വരുന്നത്. നമുക്കറിയാം 2008 ആ മാലേഗാവ് സ്ഫോടനം ഉണ്ടാകുന്നു, 8 പേര് കൊല്ലപ്പെടുന്നു, 82 പേര് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അങ്ങനെ അതൊക്കെ സംഭവിച്ചതാണ്. എന്നാൽ അതിനൊന്നും തെളിവുകളില്ല. ഇവരാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വെറുതെ വിടുന്ന കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലെ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള പ്രഖ്യാ സിംഗ് ഠാക്കൂർ അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു ഹിന്ദു തീവ്രവാദ സംഘടനയുടെ പ്രാദേശിക നേതാവായിരുന്നു. ഈ BJP ഗവൺമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ BJP നേതൃത്വം ചെയ്തത്, 2017 അവർക്ക് ജാമ്യം കിട്ടിയ ഉടനെ 2019 ഭോപ്പാലിൽ കൊണ്ടുപോയി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് ജയിപ്പിക്കുകയാണ്. നോക്കണം നിങ്ങൾ. അപ്പൊ അതേ സിദ്ധാന്തത്തിന്റെ, അതേ വിദ്വേഷ വർഗീയ ശൈലിയുടെ ആവർത്തനമാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാക്കുന്ന സമീപനങ്ങളോ നയനിലപാടുകളോ അല്ല BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് ഇപ്പോ ഈ കേരള ലവ് സ്റ്റോറിക്ക് ഇവർ അവാർഡ് കൊടുത്തത്. നമ്മൾ ഒരു സിനിമക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കലയെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ, മനോഹരമായി, സത്യസന്ധമായി, റിയാലിറ്റി തോന്നുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നവർക്കാണ് ഈ അവാർഡ് കൊടുക്കേണ്ടത്. അങ്ങനെയാണല്ലോ സിനിമ അവാർഡുകൾ പൊതുവെ അങ്ങനെയല്ലേ? ഇപ്പൊ ഇതിനോട് കുട്ടി വായിക്കേണ്ട ഒന്നുകൂടി ഉണ്ട് മനുഷ്യൻ. ഇപ്പൊ പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ നേരത്തെ ഒരു പരാമർശം നടത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ സിനിമാ കോൺക്ലേവിൽ സമാപന സമ്മേളനത്തിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതും ഇതും ഏറെക്കുറെ കുട്ടി വായിക്കേണ്ടതാണ്. പട്ടികജാതിക്കാർക്കും സ്ത്രീകൾക്കും മാത്രം പരിശീലനം കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അകത്തുള്ള ചില കാര്യങ്ങൾ പുറത്തു വരികയും അതിനെ ശശി ചെറിയാനെ പോലെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സംഖ്യവൽക്കരണത്തിന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂട്ടുനിൽക്കുന്നു. ഒരേപോലെ, ഒരേ സമയത്ത്, ഒരേ ശൈലിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട് കേട്ടോ. ഫേസ്ബുക്കിൽ അദ്ദേഹം ആദ്യം തന്നെ എഴുതിയിരുന്നു, ഇത് കേരളത്തെ അവഹേളിക്കലാണ് എന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് നമുക്കറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് നമുക്കറിയാം. ചോറ് CPM-ലും കൂറ് RSS-ലുമാണ്. അത് കാലങ്ങളായി പിണറായി വിജയന്റെ 9 വർഷമായി ശൈലി അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അവിടെ നാടകത്തിന്റെ ഫലമായി വിമർശിക്കുകയും ഇപ്പുറത്ത് വന്നും ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ ഇത്തരം പരാമർശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ. ഇത് ആദ്യത്തെ കേസല്ലല്ലോ. ഇപ്പോ ഗവർണറുമായിട്ടുള്ള അടി നമ്മൾ കണ്ടു. ആ SFI-ക്കാർ ഇവിടെ കലാപം ഉണ്ടാക്കുമ്പോൾ അപ്പുറത്ത് ഗവർണറുടെ ചായ സൽക്കാരം സ്വീകരിക്കുന്നത് പിണറായി വിജയനാണ്. അപ്പൊ ആ രീതിയിലുള്ള എന്താ പറയാ ആത്മാർത്ഥമായിട്ടുള്ള സമീപനമല്ല പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്. മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് ഈ വിഷയം ഒന്ന് നിയമസഭയിൽ കൊണ്ടുവന്നത് UDF തന്നെയാണ് കേട്ടോ. UDF ആണ് ഇങ്ങനെ ലവ് ജിഹാദ് വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത്. അല്ല, നിങ്ങൾ ശ്രീ അച്യുതാനന്ദന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത്. അതെ, അതിനു മുൻപ് പ്രസ്താവന നടത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ രേഖകളാക്കി വെച്ചുകൊണ്ടാണ് ഈ സംവിധായകൻ അക്കാര്യം പറയുകയും ചെയ്തത്. ക്ഷമയോട് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കേണ്ടതില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇവര് മാത്രമല്ല, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UP-യിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലപ്പോഴും വോട്ട് ചെയ്തിട്ടുള്ളത് ഈ സഖാവ് VS അച്യുതാനന്ദനെയായിരുന്നു.
അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഞങ്ങൾ ഇപ്പൊ ഈ സമയത്ത് പറയുമ്പോൾ മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയാന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറയാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു VS അച്യുതാനന്ദൻ. ഇത് ഈ ലവ് ജിഹാദ് മാത്രമല്ല, കേരളം 20 വർഷത്തിന് ശേഷം ഒരു മുസ്ലിം രാജ്യമാകും, മുസ്ലിം സംസ്ഥാനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം രാജ്യമാകും, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ അച്യുതാനന്ദനെ പിന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ആധികാരികതയാണോ? ഏതെങ്കിലും ഒരാൾ വർഗീയ പരാമർശം നടത്തി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വർഗീയ വിഷം പുറത്തു വന്ന് അത് അടിസ്ഥാനമാക്കി സിനിമ എടുത്താൽ അത് ന്യായീകരണമാണോ മനുഷ്യൻ? അച്യുതാനന്ദനെ അങ്ങനെ ഞങ്ങളാരും കാണുന്നില്ല, കേരളീയസവും കാണുന്നില്ല. അദ്ദേഹം ഒന്നും മാത്രമല്ല 2000 പിന്നെ പല സമയങ്ങളിൽ ഞാൻ അത് ഈ സമയത്ത് അത് ചർച്ച ചെയ്യുന്നത് ഗുണകരമല്ല എന്നുള്ളത്, അതായത് ഞങ്ങൾ കാണിക്കുന്ന ഒരു മാന്യത. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം നടത്തിയിട്ടുള്ള തീവ്രവാദ വർഗീയമായിട്ടുള്ള പരാമർശത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സിനിമ എടുത്താൽ അത് എങ്ങനെയാ മനുഷ്യനെ ന്യായീകരിക്കാൻ പറ്റുക? അതിന്റെ കണ്ടന്റ് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ലവ് ജിഹാദിന്റെ കള്ളക്കഥ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാക്കിയ സിനിമയാണ്. അത് അല്ല, കള്ളക്കഥയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ 32,000 എന്നുള്ളത് പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇവിടെ ശ്രീജിത് പണിക്കർ പറഞ്ഞ പേരുകൾ അത് കേരള സമൂഹത്തിന് അറിവുള്ളതുമാണ്. ആ സ്റ്റോറിയിലും ഇങ്ങനെ ഏതാനും പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉള്ള പേരുകളുമാണ്. അല്ലല്ല, അതിന്റെ അടിസ്ഥാന പ്രമേയം തന്നെ തെറ്റാണ്. അല്ല മനുഷ്യേ, ഇവര് ഫസ്റ്റ് ആദ്യം കൊടുത്തു വിട്ടത് 32,000 ഉണ്ടായിരുന്നു. പിന്നീട് വിവാദമായി സിനിമ ഹിറ്റാവുന്ന കണ്ടപ്പോൾ അതിന് ചെറിയ മാറ്റം വരും. ആ ചെറിയ മാറ്റം വരുത്തിയാലും അതിന്റെ അടിസ്ഥാന പ്രമേയം എന്താണ്? ശരിയാണോ? അത് രാജ്യത്ത് ലവ് ജിഹാദ് ആയിരുന്നു സിനിമയിലില്ല. ഈ 32,000 ഒന്നും സിനിമയിലില്ല. ഈ 32,000 സിനിമയിലില്ല. അതൊരു പ്രൊമോഷനാണ്. ആ പ്രൊമോഷനാണ് കൂടുതൽ ഓടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിന് പുറത്ത് വർഗീയവാദി ഉപയോഗിക്കുന്നത് ഈ പിന്നെ സിനിമയുടെ പ്രൊമോയാണ്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ പിന്നെ സിനിമയുടെ അടിസ്ഥാനമായി ഇവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് BJP സർക്കാർ. ശ്രീ പണിക്കർ സാറെ, ഞാൻ വളരെ വിനീതമായി ചോദിക്കുന്നു, ഈ അവാർഡ് കൊടുക്കാൻ മാത്രം എന്ത് ശ്രേഷ്ഠമായ അല്ലെങ്കിൽ അത്ര ശ്രദ്ധേയമായ സംഗതിയാണ്, മികവാണ് ആ സിനിമയ്ക്കുള്ളത്? ഒന്ന് പറഞ്ഞിരുന്നു. നേരത്തെ എന്റെ മുമ്പ് സംസാരിച്ചു പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ സിനിമകൾ ഉദാഹരണം പറഞ്ഞല്ലോ. ആ സിനിമകൾക്കൊന്നും അവാർഡ് കൊടുക്കാതെ ഈ വിദ്വേഷ പരാമർശം ശരിക്കും സെൻസർ ബോർഡ് എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ലായിരുന്നു. BJP സർക്കാർ ആയിട്ട് കൊടുത്തില്ല, നമുക്കത് പറയാൻ കഴിയില്ല. കാരണം വിദ്വേഷ പരാമർശം നടത്തി ഗുജറാത്ത് കലാപം നടത്തിയ ആളുകളാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ആൾക്കൂട്ട കൊലപാതകം നടത്തിയ ആളുകളെ ജനപ്രതിനിധികളും മന്ത്രിമാരുമാക്കുന്ന BJP സർക്കാർ ഈ രീതിയിൽ വർഗീയ വിദ്വേഷ പ്രോത്സാഹനം നൽകുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കേരള സ്റ്റോറിക്ക് ഈ 2 അവാർഡ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള മറ്റൊരു അഭിപ്രായമില്ല. ശരി, ഇപ്പോൾ ശ്രീ